ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രീം യുവർ ലൈഫ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂസിലാൻഡിലെ എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ന്യൂസിലാൻഡിൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഫുൾ ഡ്രൈവേഴ്സ് ലൈസൻസ് സ്വന്തമാക്കുന്നത്, അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ ന്യൂസിലാൻഡ് ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ന്യൂസിലാൻഡിലോട്ട് ഒരു ജോലിക്കായിട്ട് വരുന്നവർ തീർച്ചയായും നാട്ടിൽ നിന്നുള്ള ലൈസൻസ് എടുത്തിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ന്യൂസിലാൻഡിൽ വന്നതിന് ശേഷം നിങ്ങൾ ഡ്രൈവിംഗ് ആദ്യമായിട്ട് പഠിച്ച് പാസ്സായി വണ്ടി ഓടിക്കുക എന്നത് കുറച്ചല്ല നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ഓൾറെഡി അത്യാവശ്യം ഡ്രൈവ് ചെയ്യാൻ അറിയാം, നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കത് കൺവേർട്ട് ചെയ്ത് ഇവിടുത്തെ ലൈസൻസ് എടുക്കുക എന്നത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ന്യൂസിലാൻഡിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഡോക്യുമെൻ്റാണ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു ജോബൊക്കെ സെക്യൂർ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇവിടെ നമ്മുടെ ഒരു ഡ്രീം ആയിരിക്കും ന്യൂസിലാൻഡിലെ ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കുക എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഒരു നേഴ്സിംഗ് ജോലിക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, മിക്ക സൈറ്റിലും അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ലൈസൻസ് ഉണ്ടോ, ഇൻ്റർനാഷണൽ ലൈസൻസ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ടായിരിക്കുക. അതും അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ ന്യൂസിലാൻഡ് ഡ്രൈവേഴ്സ് ലൈസൻസ്, അത് പല ജോലിക്കും ഇവിടെ ആവശ്യമാണ്. നഴ്സിംഗ് ജോലി ഉൾപ്പെടെ പല ജോലികൾക്കും ഡിപെൻഡൻ്റായി ഇവിടെ വരുന്നവർക്കും ഒരു ജോലി അന്വേഷിക്കുമ്പോൾ ഏറ്റവും ആദ്യം അവർ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ന്യൂസിലാൻഡ് ഡ്രൈവിംഗ് ലൈസൻസ്. അത് പല ജോലിക്കും ഇവിടെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ന്യൂസിലാൻഡിൽ നേടിയെടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ന്യൂസിലാൻഡിൽ വന്ന് ആദ്യത്തെ തവണ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതി പാസ്സായി എന്ന് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ഒരു പരമ്പര തന്നെ വേണ്ടി വന്നു എനിക്കിവിടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാനായിട്ട്. അപ്പോൾ ഓരോ തവണയും അതിൻ്റെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ന്യൂസിലാൻഡ് ഡ്രൈവിംഗ് ലൈസൻസിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പരിവാഹൻ എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്. പരിവാഹൻ സൈറ്റിൽ ചെന്ന് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസൊക്കെ എൻറ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. DL എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോ റെക്കോർഡിങ്ങിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു DL എക്സ്ട്രാക്റ്റും അതുപോലെ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട്, അതുപോലെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ്, ഇത് ഈ 3 ഡോക്യുമെൻറ്റും കൊണ്ട് നമ്മൾ പോകേണ്ടത് AA സെൻറ്ററിലാണ്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഏരിയയുടെ അടുത്തുള്ള AA സെൻറ്റർ, നിയർ ബൈ ആയിട്ടുള്ള AA സെൻറ്റർ എവിടെയാണോ അവിടെ ഈ ഡോക്യുമെൻ്റ് ആയിട്ട് കൊണ്ട് ചെല്ലുക. അപ്പോൾ അതിനുശേഷം അവർ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിട്ടുള്ള കുറച്ച് ആദ്യം നമ്മൾ ലേണേഴ്സാണ് ഇവിടെ എഴുതേണ്ടത്, ലേണേഴ്സ് തിയറി എക്സാം. അപ്പോൾ ലേണേഴ്സ് പഠിക്കാനായിട്ടുള്ള കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. $20 or $25 എത്രയാണ് ആ ബുക്കിന് റേറ്റ് വരുന്നത്. അപ്പം ആ ഒരു ബുക്സ് നിങ്ങൾക്ക് വാങ്ങി പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചില സൈറ്റുകളുണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പ്രാക്ടീസ് ചെയ്യാവുന്ന ചില സൈറ്റുകളുണ്ട്. അപ്പം അത് നോക്കി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സൈറ്റുകളുടെ. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ബുക്ക് നോക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതിയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം ലേണേഴ്സിന് പോകാനായിട്ട് ശ്രദ്ധിക്കാം. പരിവാഹൻ സൈറ്റിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് DL എക്സ്ട്രാക്റ്റ് എടുക്കുന്നത് എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണിത്. ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കാണുന്ന പരിവാഹൻ സേവ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലൂടെ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൽ ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്തൊക്കെയാണ്
പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റി അവിടെ കൊടുത്തിട്ടുണ്ടാകും. ഡ്രൈവർ ഓർ ലേണേഴ്സ് ലൈസൻസ്, ഡ്രൈവിംഗ് സ്കൂൾ, ഓൺലൈൻ ടെസ്റ്റ്, അപ്പോയിൻമെൻറ്റ്, അതർ സർവീസസ്, അങ്ങനെ പല ടാബ്സ് അതിലുണ്ടാകും. അതിൽ ലാസ്റ്റത്തെ അതർ സർവീസസ് എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോകുന്നത് ഈ ഒരു പേജിലോട്ടായിരിക്കും. ഫസ്റ്റായിട്ട് നമുക്ക് കാണാം, ഓൺലൈൻ സർവീസസ് ഇൻ ദിസ് പോർട്ടൽ ആർ അവൈലബിൾ ഓൺലി ഫോർ ദ സ്റ്റേറ്റ്സ് ലിസ്റ്റഡ് ബിലോ. അപ്പോൾ അതിൽ നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് ആ ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ കേരള ആ ഒരു സ്റ്റേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലോട്ടായിരിക്കും പോവുക. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് DL എക്സ്ട്രാക്റ്റ് എന്നൊരു പേജാണ്. ആ DL എക്സ്ട്രാക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ലാസ്റ്റായിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് ലാസ്റ്റിലോട്ട് വരുമ്പോഴേക്കും അവിടെ ഒരു കണ്ടിന്യൂ ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോകുന്ന നെക്സ്റ്റ് പേജിലോട്ടായിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കേരള അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം അതിൽ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ അവിടെ കാണിച്ചിരിക്കുന്ന ക്യാപ്ച ആ ഒരു ലെറ്റേഴ്സ് എൻറ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഏത് ഫോർമാറ്റിലാണെന്ന് അവരൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞ്. അപ്പം ആ രീതിയിലാണ് നമ്മളവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ ഹൈഫൺ വേണോ സ്ലാഷ് വേണോ ആ കാര്യങ്ങളൊക്കെ ആ ഒരു എക്സാമ്പിൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻറ്റർ ചെയ്തതിന് ശേഷം ഐ ആക്സെപ്റ്റ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു എന്ന രീതിയിൽ ഒരു ടിക്ക് ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട്. അത് നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ താഴെ പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഗെറ്റ് DL ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോയി AS സെൻറ്ററിൽ കൊടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങളത് പ്രൊസീഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും വരും. നമുക്ക് ജസ്റ്റ് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് തന്നെ മതിയാകും ഇതിന്. അപ്പോൾ ആദ്യം നമ്മളിത് രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഐ ടെസ്റ്റിംഗ്. അത് നമ്മുടെ ഡ്രൈവിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഐസൈറ്റ്. അപ്പോൾ നമ്മുടെ ഐസൈറ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ജസ്റ്റ് അവരൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഐസൈറ്റിനെ. അപ്പം ചെല്ലുന്ന അന്ന്, അതായത് നമ്മളിത് രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുന്ന അന്ന് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും. നമുക്ക് ഫോട്ടോ, അതായത് ഡ്രൈവേഴ്സ് ലൈസൻസിൽ വെക്കാനായിട്ടുള്ള ഒരു ഫോട്ടോ, അതുപോലെ തന്നെ ഈ ഐ ടെസ്റ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ് അന്ന് നടക്കുക. അപ്പം ഐ ടെസ്റ്റ് എന്ന് വെച്ചാൽ, അപ്പോൾ ഐ ടെസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ചാർട്ടാണല്ലോ റീഡ് ചെയ്യുക, സ്നെല്ലൻ ചാർട്ട്, ഒരു ഡിസ്റ്റൻസിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു മെഷീനിനുള്ളിൽ കൂടെ നമ്മൾ കണ്ണ് അതിലോട്ട് ഇങ്ങനെ വെക്കുകയാണ്. അത് വെച്ച് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഒരു ചാർട്ട് പോലെ അതിൽ കാണാം. എന്താ പറയുക, കുറച്ച് ലൈനിൽ കുറച്ച് നമ്പേഴ്സ്, അതുപോലെ ആൽഫബറ്റ്സ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർ ഇന്ന ലൈനിൽ ഇന്ന ലെറ്റർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെറ്റർ എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ അതായത് ഈ ചാർട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു മെഷീനിൽ കൂടെ കണ്ണിങ്ങനെ വെച്ച് നോക്കുകയാണ്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഏത് ലെറ്ററാണ് വായിക്കേണ്ടതെന്ന് അവർ പറയും. അപ്പോൾ അത് വായിക്കുക നമ്മൾ. അതുപോലെ തന്നെ റൈറ്റും ലെഫ്റ്റും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അവർ അതിൽ തന്നെ റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യിക്കും. അപ്പോൾ അത് ഏത് സൈഡിലാണ് നമ്മൾ കാണുന്നതെന്ന് അവർ ചോദിക്കും. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഐ ടെസ്റ്റിലുള്ളത്. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലേണേഴ്സ് ടെസ്റ്റിന് നമുക്ക് ഡേറ്റ് എടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ലേണേഴ്സ് ടെസ്റ്റ് എടുക്കാനാണെങ്കിലും നമുക്ക് റോഡ് ടെസ്റ്റിനാണെങ്കിലും കുറച്ച് ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. കാരണം പെട്ടെന്ന് എടുക്കാനായിട്ടൊരു അവസരം കിട്ടുന്നില്ല മിക്ക സ്ഥലങ്ങളിലും. പക്ഷെ മുമ്പൊക്കെ അത് ഈസി ആയിരുന്നു. അപ്പം ആദ്യം ഇവിടെ വന്ന പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് ആദ്യം ലൈസൻസ് എടുത്തത്. ഹസ്ബൻഡ് എടുത്ത ടൈമിൽ ലേണേഴ്സ് എടുക്കാനാണെങ്കിലും റോഡ് ടെസ്റ്റ് എടുക്കാനാണെങ്കിലും ഒരുപാട് ഡിലേ വന്നില്ല. അപ്പോൾ ലേണേഴ്സ് എഴുതി ഒരു 3 days കഴിഞ്ഞ് തന്നെ റോഡ് ടെസ്റ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ രണ്ടും പാസ്സാകുകയും ചെയ്തു. പക്ഷെ എൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ഡിലേ വന്നു. ഞാൻ ഉടനെ എടുത്തില്ല, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ്. കാരണം നമുക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് ഇവിടെ നമുക്കൊരു 1 year വരെയായിരുന്നു നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമായിരുന്നത്.
ഇപ്പോൾ ആ ഒരു പീരീഡ് അവർ ഇൻക്രീസ് ചെയ്ത് ഇപ്പോൾ ഒരു 1.5 ഇയറോളം ആക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു അത്രയും പീരീഡിൽ നമുക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് വരെ വണ്ടി ഓടിക്കാം. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 1 ഇയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ കംപ്ലീറ്റ് ആകുന്നതിന് കുറച്ച് നാൾ മുമ്പാണ് ഞാൻ ഈ ലൈസൻസ് എടുത്തത്. അപ്പോൾ നമുക്ക് ലേണേഴ്സ് തിയറി ടെസ്റ്റിൽ നമുക്ക് കിട്ടേണ്ട പാസ് മാർക്ക് 35 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് 32 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആൻസർ ആയിരിക്കണം. അതായത് ഒരു 3 ക്വസ്റ്റ്യനെ മാക്സിമം റോങ് ആകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം തിയറി ടെസ്റ്റ് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പം ഞാൻ ലൈസൻസ് എടുത്ത ടൈമിൽ അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം ഇപ്പം വന്നിട്ടുണ്ട്. ഞാൻ ലൈസൻസ് എടുത്ത ടൈമിലാണെങ്കിൽ തിയറി ടെസ്റ്റിനും പ്രാക്ടിക്കലിനും കൂടെ ഒന്നിച്ചായിരുന്നു ഒരു പേയ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ $144 ആയിരുന്നു. 144 പോയിൻറ്റ് സംതിങ് ആയിരുന്നു. ആ ഒരു എമൗണ്ട് വെച്ച് നമുക്ക് എത്ര തവണ വേണേലും ലേണേഴ്സ് എഴുതായിരുന്നു. അതുപോലെ തന്നെ റോഡ് ടെസ്റ്റ് വേണേലും എത്ര തവണ വേണേലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യായിരുന്നു. അപ്പം ആ ഒരു സമയത്താണ് ഞാൻ ഇത് എഴുതി പലതവണ എഴുതി എന്നിട്ട് റോഡ് ടെസ്റ്റൊക്കെ പാസ്സായത്. പക്ഷെ ഇപ്പം അതിൽ നിന്നൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാത്തിൻ്റെയും പേയ്മെൻറ്റും കാര്യങ്ങളും ഇവിടെ ഇൻക്രീസ് ചെയ്ത് വരുന്നൊരു പീരീഡാണ്. അപ്പം ഇവിടെയും അതായത് ഡ്രൈവിംഗ് മേഖലയിലും അത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും പേയ്മെൻറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു പുതിയ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ പേയ്മെൻറ്റ് എന്ന് പറയുന്നാൽ ലേണേഴ്സ് ടെസ്റ്റ് എഴുതാനായിട്ടുള്ള പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ $98 ആണ്. 98.80 ആണ്. $98.80. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ലേണേഴ്സ് എഴുതി പാസ്സാകാൻ പറ്റിയില്ല എങ്കിൽ ഓരോ റീസിറ്റിനും നമുക്ക് $45.70 45.70 ആണ് ലേണേഴ്സിൻ്റെ തന്നെ റീസിറ്റിനായിട്ട് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് റീസെൻ്റ് ആയിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ റോഡ് ടെസ്റ്റിന് ഫസ്റ്റ് റോഡ് ടെസ്റ്റിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് $59.90. അപ്പോൾ അതാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചേഞ്ച് റോഡ് ടെസ്റ്റിൻ്റെ. അതുപോലെ തന്നെ റോഡ് ടെസ്റ്റ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓരോ റോഡ് ടെസ്റ്റിന് നമ്മൾ എത്ര തവണ അറ്റംപ്റ്റ് ചെയ്യുന്നു ഓരോ തവണയും സെയിം എമൗണ്ട് 59.50 തന്നെയാണ് വീണ്ടും പേ ചെയ്തിട്ടുള്ളത്. അപ്പം മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്നും ഭയങ്കരമായിട്ടൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ആദ്യത്തെ തവണ പാസ്സാവുകയാണെങ്കിൽ ഓക്കെ, അല്ലെ വീണ്ടും എഴുതുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ലേണേഴ്സ് ആണെങ്കിലും തിയറി ടെസ്റ്റ് 35 ക്വസ്റ്റ്യൻ അല്ല ഈസിയാണെന്ന് ഓർത്തുകൊണ്ട് പോകാതിരിക്കുക. കാരണം മുമ്പത്തെ പോലെയല്ല. മുമ്പ് എത്ര തവണ വേണേലും അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു സെയിം എമൗണ്ടിൽ. ഇപ്പോൾ അങ്ങനെയല്ല, ഓരോ തവണയും അതിൻ്റെ പേയ്മെൻ്റ് ഉണ്ട്. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം ലേണേഴ്സ് ടെസ്റ്റ് ആണെങ്കിലും റോഡ് ടെസ്റ്റ് ആണെങ്കിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ലേണേഴ്സ് ടെസ്റ്റിനെ പറ്റി കുറച്ചുകൂടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമുക്ക് 35ൽ 32 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കതിൽ പാസ്സായിട്ട് നമ്മൾ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. നമ്മൾ അതിപ്പോൾ ആദ്യത്തെ ഒരു 4 ആൻസർ റോങ് ആയാൽ തന്നെ നമ്മൾ ഫെയിലായി എന്ന് അന്നേരം കാണിക്കില്ല. നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ പാസ് ഓർ ഫെയിൽ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് അറിയാം 3 ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ഫെയിലായാൽ, അത് റോങ് ആയാലും നമ്മൾ ഫെയിലായിരിക്കും. അപ്പോൾ ആദ്യം നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ടിക്ക് ചെയ്തു, അത് ഫെയിലാണ് എങ്കിലും നമുക്ക് അന്നേരം ഒരു വിഷമമായിരിക്കുമല്ലോ. അപ്പോൾ അടുത്തത് ടിക്ക് ചെയ്യുമ്പം അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്കിപ്പ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്കിപ്പ് ഓപ്ഷൻ ചെയ്യാനായിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ആദ്യം തന്നെ 1-2 റോങ് കിട്ടിയാൽ പിന്നെ നമുക്കുള്ള ആ ഒരു കോൺഫിഡൻസ് കുറയാനായിരിക്കുമല്ലോ ചാൻസ്. അപ്പം ആ ഒരു സ്കിപ്പ് ഓപ്ഷൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യൻ പുറകോട്ട് പോകും. ആ ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും കിട്ടും. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് റിലാക്സ് ആയിട്ട് ആലോചിക്കാനുള്ള ടൈം കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം സ്കിപ്പ് ചെയ്ത് വിടുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും. അത് കഴിഞ്ഞ് ഈ ടോട്ടൽ ക്വസ്റ്റ്യൻ 35 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് നമ്മൾ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും വരും. അപ്പോൾ ഏകദേശം അതുവരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റ് ആക്കി കഴിഞ്ഞ് ഒരു ലാസ്റ്റത്തെ ഒരു 3 ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്ത് വെച്ചത് ആ ഒരു 3 റോങ് ആയാലും നമ്മൾ പാസ്സാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് അത്ര ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഓട്ടോമാറ്റിക്കായി പോവുകയാണ്. ചില ക്വസ്റ്റ്യൻ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നില്ലെങ്കിൽ നെക്സ്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതായിരിക്കും. അപ്പം പെട്ടെന്ന് നമ്മൾ ക്വസ്റ്റ്യന് ഇന്നതായിരിക്കും ആൻസർ, നമ്മൾ പരിചയമുള്ള ക്വസ്റ്റ്യനാന്ന് കരുതി പെട്ടെന്ന് കയറി ആൻസർ ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് ഫുള്ള് ക്വസ്റ്റ്യനും ആൻസറും ഓപ്ഷൻസും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ടിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് റെസ്ട്രിക്റ്റഡ് ലൈസൻസ് ആണ്.
അതായത് നമുക്ക് ആ ഒരു ലൈസൻസ് വെച്ച് 10 AM to 5 PM വിത്ത് സൂപ്പർവൈസർ മാത്രമേ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു ലൈസൻസാണ് നമുക്ക് ലേണേഴ്സ് ടെസ്റ്റ് കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആ റെസ്ട്രിക്റ്റഡ് ലൈസൻസിന് പിന്നെ നമ്മൾ ഫുൾ ഡ്രൈവിംഗ് ലൈസൻസിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ റോഡ് ടെസ്റ്റിലൂടെ പാസ്സാകുമ്പോഴാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുൾ ലൈസൻസ് കിട്ടുക. അപ്പോൾ നമ്മൾ ലേണേഴ്സ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേപ്പർ കിട്ടും. അപ്പോൾ ആ ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ വെക്കുക. പിന്നെ നമുക്ക് ഈ റെസ്ട്രിക്റ്റഡ് ലൈസൻസ് നമ്മുടെ അഡ്രസ്സിലോട്ട് പോസ്റ്റലായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ അന്ന് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. കാരണം അന്ന് തന്നെ ഡേറ്റ് എടുക്കാനായിട്ട് ഇപ്പം അവൈലബിൾ ആയിരിക്കില്ല. അപ്പം എപ്പോഴാണോ നമുക്ക് ചിലപ്പോൾ 1, 2, 3, 4 മാസമൊക്കെ ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ് വരാം നമുക്ക് സ്ലോട്ട് കിട്ടാനായിട്ട്. നമുക്ക് നമ്മുടെ ടൈം അനുസരിച്ച് ഇപ്പം നമ്മൾ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അപ്പം നമ്മുടെ വർക്ക് ടൈമും നമ്മുടെ ഓഫ് ഡേയ്സ് ഒക്കെ നോക്കിയിട്ടായിരിക്കണമല്ലോ നമുക്കിത് ബുക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം എടുക്കാൻ ചിലപ്പം മാസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. കാരണം ഇപ്പോൾ കുറച്ചൊരു റഷാണ് നമുക്ക് സ്ലോട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് ഒന്നുകിൽ നമുക്ക് AS സെൻറ്ററിൽ നിന്ന് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാം അവരോട് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിന് വേറൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സൈറ്റിൽ പോയി നമുക്ക് തന്നെ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് തന്നെ സ്ലോട്ട് എടുക്കാവുന്നതാണ്. അത് നമുക്ക് സ്ലോട്ട് മാറ്റണമെങ്കിലും അതൊക്കെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് അതായത് റെസ്ട്രിക്റ്റഡ് ലൈസൻസിൻ്റെ കാർഡ് നമുക്ക് പോസ്റ്റലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കാർഡും കൊണ്ടാണ് നമ്മൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് അതായത് റോഡ് ടെസ്റ്റിന് പോകേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ നിയറസ്റ്റ് VTNZ സെൻറ്റർ എവിടെയാണോ അവിടെ നമുക്ക് എവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു സെൻറ്ററിലേക്ക് നമ്മൾ അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയത്തിന് കുറച്ച് നേരത്തെ എത്തുക. അപ്പോൾ പോകുമ്പോൾ നമ്മൾ നമ്മുടെ റെസ്ട്രിക്റ്റഡ് ലൈസൻസ് എടുക്കുക. പാസ്പോർട്ട് കോപ്പി അവർ ചോദിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് പാസ്പോർട്ട് കോപ്പി ആദ്യം കൊണ്ടുപോയായിരുന്നു. ജസ്റ്റ് ഈ മെസ്സേജും ഈ റെസ്ട്രിക്റ്റഡ് ലൈസൻസും ആ ഒരു കാർഡ് അവരെ കാണിച്ചാൽ മതി. അപ്പോൾ അത് കാണിച്ചു കഴിയുമ്പം അവർ ഏതാണ് നമ്മുടെ വണ്ടിയുടെ ഏതാണ് കളറ്, നമ്പർ, അതൊക്കെ ചോദിക്കുക എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അവരോട് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം അവർ പറയും നമ്മുടെ വണ്ടിയിൽ തന്നെ പോയിരുന്നു, ടൈം ആകുമ്പം ഇൻസ്ട്രക്ടർ വരുമെന്ന് പറയും. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ പോയി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക, സീറ്റ് ബെൽറ്റ് കാര്യങ്ങളെല്ലാം ഇട്ടിരിക്കാൻ ശ്രമിക്കുക, മറന്നു പോകാതിരിക്കുക എല്ലാ കാര്യങ്ങളും. അപ്പോൾ എപ്പോഴാണ് നമുക്ക് തന്നിരിക്കുന്ന ആ കറക്റ്റ് ടൈം ആകുമ്പോൾ ഇൻസ്ട്രക്ടർ നമ്മുടെ വണ്ടിയിലോട്ട് വരും. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആദ്യം അവർ നമ്മളോട് ചോദിക്കും നമുക്ക് റിസൾട്ട് ഇമെയിലായിട്ട് റിസീവ് ചെയ്യാൻ താല്പര്യമുണ്ടോ. ഉണ്ടെന്ന് പറയാം. അപ്പോൾ അവർ ഒരു ടാബിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളെ കൊണ്ട് തന്നെ ഇമെയിൽ ID എൻ്റർ ചെയ്യിപ്പിക്കും. അപ്പോൾ ആ ഇമെയിലോട്ട് നമുക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ പാസ് ആണോ ഫെയിൽ ആണോ എന്ന് അവർ റോഡ് ടെസ്റ്റ് കഴിയുമ്പോൾ നമ്മളോട് പറയുന്നതായിരിക്കും. നമുക്ക് ഇമെയിലായിട്ട് റിസീവ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓരോ ഇൻസ്ട്രക്ടറുടെയും രീതി വ്യത്യാസമായിരിക്കും. എൻ്റെ ഓരോ റോഡ് ടെസ്റ്റിൻ്റെയും എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാനൊരു 4 റോഡ് ടെസ്റ്റ് എടുത്തു. 4ാമത്തെ തവണയാണ് ഞാൻ പാസ്സാകുന്നത്. അപ്പോൾ ഓരോ തവണയും അതിൻ്റെ രീതി വേറെയായിരുന്നു. ഇൻസ്ട്രക്ടേഴ്സും ഡിഫറെൻ്റ് ആയിരുന്നു. 2 തവണ ഒരാളായിരുന്നു. അപ്പോൾ ഇൻസ്ട്രക്ടേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും. അവരത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വണ്ടി കയറി ഇരുന്ന് കഴിയുമ്പം എല്ലാവരോടും ഈ രീതിയിൽ ചെയ്യണമെന്നില്ല. അപ്പം ഓരോ ഇൻസ്ട്രക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മളോട് വണ്ടിയെ ജനറലായിട്ട് അവരൊന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് ജനറലായിട്ട് ചെക്ക് ചെയ്യുമെന്ന് വെച്ചാൽ ജസ്റ്റ് അവർ നമ്മളോട് ചോദിക്കും. അവർ വണ്ടിയുടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരാദ്യം നമ്മളോട് പറയും ഇൻഡിക്കേറ്ററും ബ്രേക്കും ഒക്കെ ചെക്ക് ചെയ്യാനാണ് അവർ പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ പുറത്ത് അവർ ഇറങ്ങി നിൽക്കും. എന്നിട്ട് നമ്മളോട് അവർ പറയും റൈറ്റ് സൈഡ്, അതായത് നമ്മൾ ഇങ്ങനെ അവർ പുറത്തിറങ്ങി റൈറ്റ് സൈഡിൽ ഹാൻഡ് പൊക്കി കാണിക്കും. അപ്പോൾ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക. ലെഫ്റ്റ് സൈഡിലോട്ട് കാണിക്കുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. അത് കഴിഞ്ഞ് ബ്രേക്ക് ചവിട്ടാൻ കാണിക്കും. അപ്പോൾ ബ്രേക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ്സും ബ്രേക്കും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ചില ആൾക്കാർ ഹോൺ പ്രസ് ചെയ്ത് അതായത് കാറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അതൊക്കെ അറിയാവുന്ന ചിലർ ചെക്ക് ചെയ്യും. ഹോൺ പ്രസ് ചെയ്യാനായിട്ട് ചിലർ പറയും. ഹാൻഡ് ബ്രേക്ക് എവിടെയാണെന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ പറയും. AC അതിൻ്റെ വാമറും കൂളറും അതെവിടെയാണെന്ന് ചോദിക്കും. അപ്പം ഇതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ജസ്റ്റ് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. എവിടെയാണ് എന്തൊക്കെ നമ്മുടെ വണ്ടിയുടെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ മെയിനായിട്ടുള്ള ഫങ്ഷൻസൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് മുന്നായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും ഡാഷ് ക്യാം എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം റോഡ് ടെസ്റ്റിന് പോകാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അവർ നമ്മളോടത് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് പറയും.
പിന്നെ ചില ഇൻസ്ട്രക്ടേഴ്സ് നമ്മുടെ വീഡിയോ റെക്കോർഡിങ്, അതായത് നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളോട് അവർ ഇൻഫോം ചെയ്യും. ഇതൊരു ടെസ്റ്റ് അനലൈസ് ചെയ്യാനായിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഡീറ്റെയിൽസ് പറയും. അപ്പോൾ എല്ലാവരും അത് ചെയ്യണമെന്നില്ല. ചില ഇൻസ്ട്രക്ടേഴ്സ്, അതായത് ഞാൻ പോയതിൽ ഒരു ഇൻസ്ട്രക്ടർ ചെയ്തു, മറ്റൊരാൾ ചെയ്തില്ല. അപ്പം എല്ലാവരും ചെയ്യുന്നില്ല. അപ്പം ആ രീതിയിലും ചെയ്യുന്നവരുണ്ട്. അപ്പം ഫസ്റ്റ് എൻ്റെ റോഡ് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരുപാടൊന്നും ആക്ച്വലി ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ആ സമയത്ത് എത്ര തവണ വേണേലും എഴുതാം എന്നതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ പറഞ്ഞു വിട്ടാണ് പോയി എഴുത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഡേറ്റ് എടുത്ത്, അതായത് മാക്സിമം കിട്ടുന്ന അത്രയും ഏർലി ആയിട്ട് ഡേറ്റ് എടുത്ത് എന്നെ കൊണ്ട് എഴുതിക്കായിരുന്നു ചെയ്തത്. കാരണം ആ ഒരു പീരീഡിൽ എത്ര വേണേലും നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കൊണ്ട് നമുക്ക് എത്ര തവണ വേണേലും എഴുതായിരുന്നു. ഇപ്പോൾ ആ അവസ്ഥയല്ല. അപ്പം ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയിരുന്നില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ മിക്കവാറും ഞാൻ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഹോസ്പിറ്റലിൻ്റെ അധികം ദൂരമില്ല ഞങ്ങളുടെ അക്കോമഡേഷൻ. അപ്പം പിന്നെ ഇടയ്ക്ക് കാർ എടുക്കുന്ന ദിവസമാണെങ്കിൽ തന്നെ ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്യാനില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ദൂരെയൊന്നും ഡ്രൈവ് ചെയ്ത് പ്രാക്ടീസ് ന്യൂസിലാൻഡിലില്ലായിരുന്നു. അതായത് എനിക്കിപ്പം ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ത്യയിൽ ഒരുപാട് നാളൊന്നും ഡ്രൈവ് ചെയ്തിട്ടില്ല. കുറച്ച് നാളെ ഡ്രൈവ് ചെയ്യാനായിട്ടൊരു ചാൻസ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാകും, ഞാൻ അബുദാബിയിലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഡ്രൈവ് ചെയ്തിരുന്നു. അവിടെ എനിക്ക് ഡ്രൈവ് ചെയ്യാനൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ആദ്യത്തെ തവണ തന്നെ ഗോൾഡൻ ചാൻസിൽ തന്നെ പാസ്സായി അവിടെ നല്ല രീതിയിൽ കോൺഫിഡൻസോടുകൂടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നതാണ്. എനിക്ക് അവിടെ ഡ്രൈവിങ്ങിന് ഒരു ഇഷ്യൂ തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ന്യൂസിലാൻഡ് വന്നു കഴിഞ്ഞപ്പം അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷെ നിങ്ങൾക്ക് നാട്ടിൽ ഓൾറെഡി ഡ്രൈവ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നും. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ ഗൾഫ് കൺട്രീസിൽ കൂടുതൽ ഡ്രൈവ് ചെയ്തവർക്കാണെങ്കിൽ ഇൻഡിക്കേറ്ററും വൈപ്പറും ഇത് റൈറ്റും ലെഫ്റ്റും തന്നെ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും നമ്മൾ. പക്ഷെ നാട്ടിൽ ഡ്രൈവ് ചെയ്യുന്നവർക്കാണെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് ഡ്രൈവിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരുന്നില്ല. നാട്ടിൽ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമല്ല. റോഡിൽ തന്നെ പല പല മാറ്റങ്ങൾ ഓരോ ജംഗ്ഷനിലും കാണാം. അപ്പോൾ നമ്മൾ മാക്സിമം ഡ്രൈവ് ചെയ്താലേ, കുറച്ച് ദൂരങ്ങളിൽ കൂടെ ഡ്രൈവ് ചെയ്താലേ നമുക്ക് ശരിക്കും ഒരു ഐഡിയ കിട്ടുള്ളൂ എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതിലേക്ക് കൂടെ റോഡ് ടെസ്റ്റ് നടത്തേണ്ടത്, റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി. അപ്പം ഒരുപാട് പ്രാക്ടീസ് ഞാൻ ചെയ്യാതെയാണ് ഫസ്റ്റ് ടെസ്റ്റിന് ആക്ച്വലി ഞാൻ പോയത്. അപ്പം ഫസ്റ്റ് ടെസ്റ്റിന് ആദ്യം അവർ ഇൻസ്ട്രക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനുശേഷം നമ്മൾ വണ്ടി എപ്പോഴാണ് സേഫായിട്ട് നമുക്ക് തോന്നുന്നു അപ്പോൾ വണ്ടി എടുക്കുക, പിന്നെ ഇന്ന സൈഡിൽ നിന്ന് ഇതിലോട്ട് മാറുക, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് കഴിയുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലായി ഞാൻ ഫെയിലാണ്. കാരണം ഫസ്റ്റ് ടെസ്റ്റിൽ അത്ര നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് അല്ലായിരുന്നു എൻ്റെത്. അപ്പം മിറർ ചെക്കിങ്ങും പിന്നെ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ജഡ്ജ്മെൻറ്റും ഒക്കെ ഒരു പ്രശ്നമായിട്ട് അവർ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ഫെയിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് ആദ്യം ഹസ്ബൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ കൂടെ കുറച്ച് എവിടെയാണോ ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്ന ആ ഏരിയ, അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എവിടെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ ഞാൻ അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്തായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അവർക്കൊരു ഡൗട്ട് തോന്നിയാൽ നമ്മളത്ര നല്ല രീതിയിലല്ല ഡ്രൈവ് ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ ചെറിയൊരു ഹില്ലുണ്ട് ഇവിടെ, അപ്പോൾ ആ ഒരു ഹില്ലിലൂടെ കയറ്റി അവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിക്കുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഫസ്റ്റ് ടെസ്റ്റിന് അവർ ഈ മലയൊക്കെ കയറ്റിയാണ് കൊണ്ടുപോയത്. അപ്പം ഏകദേശം എല്ലാ ഏരിയയും അവർ ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊണ്ടുപോകുന്ന എല്ലാ ഏരിയ ആദ്യത്തെ ടെസ്റ്റിന് തന്നെ കവറേജ് ഒരു 15-20 മിനിറ്റ്സ് എടുത്തെന്ന് തോന്നുന്നു ആ ഒരു ടെസ്റ്റ്. കുറേ റൗണ്ട് ബോർഡ്സ്, സിഗ്നല്, പിന്നെ കുറച്ച് മല കയറാനും ഇറങ്ങാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഏരിയയിൽ കൊണ്ടുപോയി. അപ്പം അതുപോലെ തന്നെ ടെമ്പററി സിഗ്നൽ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. കാരണം നമുക്ക് എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കില്ല ചിലപ്പോൾ നമ്മളെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ടെമ്പററി സിഗ്നൽ ഉണ്ടോ, അതായത് ഇപ്പോൾ 50-ൽ പോകേണ്ട റോഡിൽ 30, ടെമ്പററി എന്തെങ്കിലും റോഡ് വർക്ക്സ് എങ്ങാനും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്, അവിടെ 30 എന്നാണ് സ്പീഡെങ്കിൽ നിങ്ങൾ ആ കറക്റ്റ് 30 അല്ലെങ്കിൽ ബിലോ 30 ആ രീതിയിൽ വേണം പോകാനായിട്ട്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റിന് ആ ഒരു 30 ഞാൻ കണ്ടത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ കുറച്ചേറെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് റോഡ് ടെസ്റ്റിന്. അപ്പോൾ എനിക്കത് ടെസ്റ്റ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയായിരുന്നു ഞാൻ ചെയ്ത കുറേ
മിസ്റ്റേക്സ് ഉണ്ടെന്ന്. അതുകൊണ്ട് എന്തായാലും അത് ഫെയിൽ തന്നെയായിരുന്നു. എൻ്റെ രണ്ടാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഞാൻ അതിന് ശേഷം പ്രാക്ടീസ് ചെയ്തു. ഫസ്റ്റ് റോഡ് ടെസ്റ്റ് കഴിഞ്ഞ് ഇനി ടെമ്പററി സിഗ്നൽ വന്ന എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, കുറേ റൗണ്ട് ബോട്ട് സിഗ്നൽ കുറച്ചുകൂടെ ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് സെക്കൻഡ് ടെസ്റ്റിന് ഞാൻ പോയി. അപ്പോൾ സെക്കൻഡ് ടെസ്റ്റിന് വന്നത് വേറൊരു ഇൻസ്ട്രക്ടറായിരുന്നു. ഇവരുടെ രീതി കുറച്ചൊരു ഡിഫറെൻ്റ് ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ടെസ്റ്റിന് പോയപ്പോഴും ഈ ഒരു രീതി ഇല്ലായിരുന്നു. അപ്പോൾ അത് ഓരോ ഇൻസ്ട്രക്ടർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അവരാദ്യം നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലെവൽ എത്രയുണ്ടെന്ന് വെച്ചു. അപ്പോൾ ഒരുപാട് ഹൈ ലെവൽ, അതായത് 1 to 10 എത്രയാണ് നമ്മുടെ സ്കോർ എന്ന് ചോദിക്കും. നമ്മുടെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അപ്പോൾ ഒത്തിരി കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻ അതനുസരിച്ച് കൂടും. രണ്ടാമത്തെ ടെസ്റ്റിന് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ റോഡ് ടെസ്റ്റൊക്കെ എടുത്തു. പക്ഷേ ഈ ഇടയ്ക്ക് ക്വസ്റ്റ്യനൂടെ വന്നപ്പോൾ നമ്മുടെ ആ കോൺസെൻട്രേഷൻ അതങ്ങ് പോയി. അതാണ് രണ്ടാമത്തെ ടെസ്റ്റ് എനിക്ക് സംഭവിച്ചത്. ഇവർ ടെസ്റ്റ് ചെയ്യുന്നത് മൾട്ടി ടാസ്കിങ് ആണ്. അതായത് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഒരാൾ ടോക്ക് ചെയ്യുന്നു, നമ്മളോടൊരു കാര്യം ചോദിക്കുന്നു, അതിനുള്ള റിപ്ലൈ കൊടുക്കുക. ആ കാര്യമാണ് സെക്കൻഡ് റോഡ് ടെസ്റ്റ് നടന്നത്. അവിടെയും ഈ ഫസ്റ്റത്തെ കാര്യം ആദ്യം നമ്മുടെ വണ്ടിയിൽ അവർ കയറിയിരുന്ന് കഴിഞ്ഞാൽ, അതായത് എപ്പോഴും നമ്മുടെ സ്വന്തം വണ്ടിയാണ് ഇവിടെ നമ്മൾ കൊണ്ടുപോകുക. ന്യൂസിലാൻഡിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേറെ വണ്ടിയല്ല, ഇവരല്ല വണ്ടി തരുന്നത്. നമ്മൾ ഏത് വണ്ടിയാണ് ഓടിക്കുന്നത് നമ്മുടെ സ്വന്തം വണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ആദ്യം ഇവർ വന്ന് കയറിയിരുന്നു. അതിനുശേഷം അവരൊരു ടാബ് എടുത്ത് കാണിച്ചു. അതായത് ഒരു ജംഗ്ഷൻ, ഒരു വലിയ റോഡ്. ഇത് പല കളറിലുള്ള വണ്ടിയുണ്ട്. അതിലേതോ ഒരു കളറ് പറഞ്ഞു. അതിപ്പം ഫോർ എക്സാമ്പിൾ ബ്ലൂ, നമ്മൾ ഓടിക്കുന്ന വണ്ടി ബ്ലൂ കാറാണ്. ഈ കാറ് ഓപ്പോസിറ്റ് വരുന്നുണ്ട് ഒരു റെഡ് കളറുള്ള കാറ്, അല്ലെങ്കിൽ നമ്മുടെ കാറിൻ്റെ പുറകിലൊരു കാറ്, അവിടെ ഒരു സൈക്ലിസ്റ്റ് പോകുന്നു, ഒരു പെഡസ്ട്രിയൻ പോകുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതാണ് ഹെസിറ്റ് എന്ന് പറയുന്നത്. ഹെസിറ്റ് അല്ലെ ഹെസാർഡ്സ്. അവർ ഹെസിറ്റ് ചോദിക്കും എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്താണെന്ന് അവർ ഒറ്റ ശ്വാസത്തിന് പറഞ്ഞു തന്നു. വേണേൽ എനിക്ക് ഒന്നുകൂടെ ചോദിക്കാമായിരുന്നു. അവർ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ റിപ്പീറ്റായിട്ട് ചോദിക്കുക എന്നുള്ളത്. ആദ്യത്തെ തവണ ആദ്യം അവർ ഈ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അതൊന്നുകൂടെ മനസ്സിലായാൽ തന്നെ അതൊന്നുകൂടെ ഒന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് നമുക്കൊന്നുകൂടെ ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റും ഏതൊക്കെയാണ്. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ എന്തൊക്കെ ഹെസിറ്റാണ് നമ്മൾ കാണുന്നത് അത് അവർ നമ്മളോട് ചോദിക്കും. അത് ആ ഒരു ടെസ്റ്റിലൊരു പല തവണ, ഒരു 5-6 തവണ ഓരോ ജംഗ്ഷനിലും എന്തൊക്കെ ഹെസിറ്റ് നമ്മൾ കാണുന്നു എന്നവരെന്നോട് ചോദിച്ചു. നമ്മൾ ആ ഹെസിറ്റിൽ നമ്മൾ പറയുന്ന പോയിന്റ്, എല്ലാ പോയിന്റും അത് ഇൻക്ലൂഡഡ് ആയിട്ടില്ലെങ്കിൽ അവരത് കൺസിഡർ ചെയ്യില്ല. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ഒരു വണ്ടി, അതൊരു ഹെസിറ്റാണ്. നമ്മുടെ വണ്ടിയുടെ പുറകിലുള്ള ഒരു വണ്ടി, അതായത് ദ കാർ കമ്മിങ് ടുവേഴ്സ് അസ്, അതുപോലെ ദ കാർ ബിഹൈൻഡ് അസ്. അതുപോലെ എന്തെങ്കിലും പെഡസ്ട്രിയൻ ക്രോസിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, അവിടെ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒരു ഹെസിറ്റാണ്. എന്തൊക്കെ റിസ്ക് ഫാക്ടർ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു പെഡസ്ട്രിയൻ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നു, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് പറയുക. അതിനെപ്പറ്റി അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം നമ്മളത് ശ്രദ്ധിക്കുക. അതുപോലെ എന്തെങ്കിലും സൈക്ലിസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ സൈക്ലിസ്റ്റ്, അതുപോലെ കാർ ഓൺ ദ ലെഫ്റ്റ്, കാർ ഓൺ ദ റൈറ്റ് സൈഡ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതൊക്കെയാണ് നമ്മളതിൽ പറയേണ്ടത്. പെഡസ്ട്രിയൻസ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നു. അതുപോലെ എന്തെങ്കിലും സ്കൂൾ സോൺ ആണെങ്കിൽ സ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കുക, ആ ഒരു സ്പീഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. നമ്മൾ ടെസ്റ്റിന് ടൈം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത് സ്കൂൾ ടൈം ആണോ അല്ലയോ എന്നുള്ളത്. സ്കൂൾ ടൈം ആണെങ്കിൽ തീർച്ചയായിട്ടും സ്കൂൾ സോണിൽ ആ കറക്റ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. ഇനി വീക്കെൻഡ്സിൽ അല്ലെ സ്കൂൾ ഹോളിഡേയ്സിലാണെങ്കിൽ നമ്മൾ 50 തന്നെ പോയാൽ മതിയായിരിക്കും. എത്രയാണോ ആ ഒരു റോഡിലെ സ്പീഡ് അതനുസരിച്ച് പോയാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആ ഇൻസ്ട്രക്ടറോട് ചോദിക്കാവുന്നതാണ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ല, നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ, നമ്മൾ വണ്ടി കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കംഫർട്ടബിൾ ആണോ എന്തെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാനുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തത് ഒരു തവണ സ്കൂൾ ഹോളിഡേയ്സിൻ്റെ ടൈമിലായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, സ്കൂൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് 50 തന്നെ സ്പീഡിൽ പോയാൽ പോരെ? അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. ആ കാര്യം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുകയും ചെയ്യാം.
ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റെയിൽവേ ക്രോസിംഗ്. റെയിൽവേ ക്രോസിങ്ങിൻ്റെ അടുത്ത് വന്ന് ഹെസിറ്റ് ചോദിച്ചാൽ അപ്പോൾ അത് ട്രെയിൻ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ഒരു ഹെസിറ്റാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ തേർഡ് ഡ്രൈവിംഗ് ടെസ്റ്റിന് മെയിനായിട്ട് വന്ന ഒരു മിസ്റ്റേക്ക്, റെയിൽവേ ക്രോസിങ്ങിൽ നിന്നും ഞാൻ ടേൺ ചെയ്തത് കറക്റ്റായിട്ടല്ല പൊസിഷൻ ചെയ്തതെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് റെയിൽവേ ക്രോസിങ്ങിൻ്റെ അടുത്ത് നിന്നും റെയിൽവേ ക്രോസിങ് കഴിഞ്ഞിട്ട് റെയിൽവേ ക്രോസിങ്ങിന് മുമ്പ് റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യുക. ആ റെയിൽവേ ക്രോസിങ് നിങ്ങളുടെ പ്രദേശത്തുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഈ ടെസ്റ്റ് ഏരിയയിൽ മിക്കവാറും റെയിൽവേ ക്രോസിങ്ങിൻ്റെ അടുത്തൂടെ അവർ കൊണ്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള എങ്ങനെയാണ് പൊസിഷൻ ചെയ്യേണ്ടത്, കാറ് പൊസിഷൻ ചെയ്ത് ടേൺ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഏത് സൈഡിലുള്ള കാറൊക്കെ വരുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ആർക്കാണ് പ്രയോറിറ്റി, ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. റെയിൽവേ ക്രോസിങ്ങിൽ തന്നെ നന്നായിട്ടൊന്ന് കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്യുക ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ്. ആ കാര്യം ശ്രദ്ധിക്കുക. അതാണ് മെയിനായിട്ട് തേർഡ് ടെസ്റ്റിന് എൻ്റെ ഫെയിലാകാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചേറെ പ്രാക്ടീസ് ചെയ്തു ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഏരിയയിൽ കുറച്ചേറെ പ്രാക്ടീസ് ചെയ്തു. റെയിൽവേ ക്രോസിങ്ങിൽ തന്നെ കുറേ തവണ അവിടെ തന്നെ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടാണ് എൻ്റെ ഫോർത്ത് ടെസ്റ്റിന് പോകുന്നത്. അപ്പോൾ ഫോർത്ത് ടെസ്റ്റിന് വീണ്ടും എനിക്ക് ആ പഴയ ഇൻസ്ട്രക്ടർ തന്നെയായിരുന്നു. അപ്പോൾ അന്ന് വീണ്ടും എന്നോട് ഹെസിറ്റ് ചോദിച്ചു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട് എന്താണ് ഹെസിറ്റ് എന്നുള്ളത്. അപ്പോൾ ഹെസിറ്റ് എന്താണെന്ന് നമുക്കറിയാതെ ഫസ്റ്റ് ടൈം ഇത് കേട്ട് അത് പറയുമ്പോൾ നമുക്കൊരു കറക്റ്റായിട്ട് എല്ലാം പറയാനായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു തവണ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വീണ്ടും അവർ ചോദിച്ചപ്പോൾ എനിക്കത് അവർ വീണ്ടും ആ ടാബിൽ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞു തരും നമ്മളോട്. അപ്പോൾ വീണ്ടും നമുക്കത്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് നമുക്ക് ഒരു ഓർമ്മ കിട്ടും. പിന്നെ നമുക്ക് എന്താണ് നമ്മൾ ആ കാണുന്നത്, ആ ഹെസിറ്റ് പറയാം. ഇപ്പം ആദ്യത്തെ തവണ ഹെസിറ്റ് എന്നോട് ചോദിച്ചപ്പോൾ തവണ ചോദിച്ചപ്പോൾ ഞാൻ ആക്ച്വലി ആ പുള്ളിക്കാരുടെ അവരുടെ മുഖത്തോട്ട് നോക്കിയിട്ടാണ് അതിന് റിപ്ലൈ കൊടുത്തത്. അങ്ങനെ കൊടുക്കാതിരിക്കുക, കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. അപ്പോഴേക്കും നമുക്ക് ചിലപ്പം ടേൺ ചെയ്യാനുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഓൾറെഡി അവിടെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അവരെ നോക്കണ്ട, അവർ ഹെസിറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡ്രൈവിങ്ങിലും മിററിലും നമ്മുടെ റോഡിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് ആൻസർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ മൈനറായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഫെയിലാകാനുള്ള ചാൻസ്. അപ്പോൾ ലാസ്റ്റത്തെ ചാൻസിൽ അവർ ഹെസിറ്റ് ചോദിച്ചു, റെയിൽവേ ക്രോസിങ്ങിൽ കൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് പാസ്സാകാവുന്നതേ ഉള്ളൂ. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്ത സമയത്തെ ഒരു അവസ്ഥയല്ല ഇപ്പം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ലേണേഴ്സ് ആണെങ്കിലും റോഡാണെങ്കിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ റോഡിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മൾ റോഡ് ടെസ്റ്റിൽ ശ്രദ്ധിക്കേണ്ടത് മിറർ ചെക്കിംഗ് ആണ്. നമ്മൾ മിറർ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് ഒരു കാണിക്കുന്ന രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും റൈറ്റോ ലെഫ്റ്റോ ടേൺ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ സെൻട്രൽ മിറർ നോക്കുക. ബ്രേക്ക്, അതായത് എവിടെ നമ്മൾ ബ്രേക്ക് പിടിക്കുന്നുണ്ടോ അതിനു മുമ്പ് സെൻട്രൽ മിറർ നമ്മൾ നോക്കിയിരിക്കുക. അതുപോലെ തന്നെ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ടേൺ ചെയ്യുന്നതിന് മുമ്പ് 1 2 3, അതായത് നമ്മുടെ സെൻട്രൽ മിറർ, സൈഡ് മിറർ, ഷോൾഡർ എന്ന് വെച്ചാൽ ബ്ലൈൻഡ് സ്പോട്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മുടെ തല കുറച്ച് ടേൺ ചെയ്ത് തന്നെ ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ നോക്കുന്നുണ്ട്, നമുക്ക് കാണുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിൽ മിറർ ചെക്കിംഗ് പ്രോപ്പർ അല്ലെന്നായിരിക്കും കാണുക. അപ്പോൾ തല കുറച്ച് ടേൺ ചെയ്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ 1 2 3 സെൻട്രൽ മിറർ, സൈഡ് മിറർ, അതുപോലെ ബ്ലൈൻഡ് സ്പോട്ട് അല്ലെ ഷോൾഡർ. അപ്പോൾ ഇത് 1 2 3 നമ്മുടെ തല ടേൺ ചെയ്തിട്ട് ഈ 3 ടേണിങ് വന്നിട്ട് വേണം നമ്മുടെ റൈറ്റിലോട്ട് അല്ലെ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ റൗണ്ട് അബൌട്ടിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോഴും കറക്റ്റായിട്ടും ഷോൾഡറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ബാക്ക് സൈഡ്, അതായത് നമ്മുടെ കാറിൻ്റെ പുറകിൽ കാറുണ്ടോ, സെൻട്രൽ മിറർ ചെക്ക് ചെയ്യുക, ബ്ലൈൻഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് ഇടുക, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മിറർ ചെക്കിങ് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാറ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ടേൺ ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യണം. നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ചേർത്ത് വെക്കുക നമ്മുടെ കാറ്. ലെഫ്റ്റിലോട്ടാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ടേൺ ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ എവിടെയെങ്കിലും സ്റ്റോപ്പ് സിഗ്നൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഫൈനും കൂടെ വരും പോസ്റ്റലായിട്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ യെല്ലോ ലൈൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അവിടെ ഫ്യൂ സെക്കൻഡ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ടേൺ ചെയ്യാൻ പാടുള്ളൂ.
ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ഡിസ്റ്റൻസ് നമ്മളെങ്ങനെ ജഡ്ജ് ചെയ്യുന്നു. ഒരു ജംഗ്ഷനിൽ അത് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഓൾറെഡി വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജംഗ്ഷനിൽ, ഒരു T ജംഗ്ഷനിലോട്ട് നമ്മൾ കയറുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റൈറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ നോക്കി ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ കറക്റ്റ് ജഡ്ജ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് വരുമ്പോഴേക്കും അടുത്ത വണ്ടി വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ റോഡ് ടെസ്റ്റിൽ അവർ ചെക്ക് ചെയ്യുക. അപ്പോൾ നല്ല പ്രാക്ടീസോടുകൂടി മാത്രം റോഡ് ടെസ്റ്റ് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇമെയിലോട്ട് നമ്മുടെ റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ അവർ നമ്മളോട് പറയും കൺഗ്രാജുലേഷൻസ്, നമ്മൾ പാസ്സായി എന്ന കാര്യം നമ്മളെ അറിയും. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഈ ഒരു രീതിയിലുള്ള പേപ്പർ നമുക്ക് കിട്ടുകയാണ്. ആ ഒരു പേപ്പർ വെച്ചാണ് പിന്നെ നമ്മൾ അതായത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പേപ്പറാണ് നമ്മുടെ കയ്യിൽ കരുതേണ്ടത്. നമ്മുടെ ലൈസൻസ് കിട്ടുന്നവരെ, അതായത് നമ്മുടെ ഫുൾ ഡ്രൈവേഴ്സ് ലൈസൻസ് നമുക്ക് പോസ്റ്റലായിട്ട് ഒരു 1 വീക്കിനുള്ളിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നമ്മൾ ഈ കാർഡ് നമ്മുടെ കയ്യിൽ വെക്കുക. ഡ്രൈവേഴ്സ് ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ ആ ഡ്രൈവേഴ്സ് ലൈസൻസ് വെച്ചാണ് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ന്യൂസിലാൻഡിലെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിനെ പറ്റി, എങ്ങനെ നമുക്ക് ന്യൂസിലാൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുക്കാം, അതിൻ്റെ ഓരോ സ്റ്റെപ്സാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്ത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ന്യൂസിലാൻഡിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.